ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ചെറിയ മിഡി ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മിഡി നെറ്റിൻ്റെ മിഡിയാണ്. പിന്നെ ടോപ്പ് വന്നിട്ട് ഹാൾട്ടർ നെക്ക് വന്നിട്ട് ബാക്ക് ഫുൾ ഓപ്പണായിട്ട് കൊളുത്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ബാക്കിലൊരു ബോയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൽ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാൾട്ടർ നെക്ക് ആണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് ഒരു നെറ്റിൻ്റെ വർക്ക് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. സ്കേർട്ടിന് വേണ്ടിയിട്ട് പ്ലെയിൻ നെറ്റാണ് കേട്ടോ നമ്മൾ എടുത്തിരുന്നത്. അപ്പം സ്കേർട്ട് സാധാരണ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടാണ്. അപ്പം നമുക്ക് നെറ്റാകുമ്പം എത്രയോളം പ്ലീറ്റ്സ് ഇട്ടാലും അത് ഭംഗിയായിട്ടിരിക്കും. അപ്പം ഞാൻ ടോപ്പ് ആണ് കട്ടിങ് നിങ്ങളെ കാണിക്കുന്നത്. ഹാൾട്ടർ നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഞാനിവിടെ മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫോൾഡ് ചെയ്തേക്കുന്ന 4ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് ബാക്കിൻ്റെ പീസ് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അടയാളപ്പെടുത്താൻ നേരത്ത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് മടക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ബാക്ക് സെപ്പറേറ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ തയ്യൽ തുമ്പുണ്ടല്ലോ, താഴെ ഭാഗത്ത് അടിക്കാനുള്ള തയ്യൽ തുമ്പോടെ എക്സ്ട്രാ ആഡ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ ബാക്കിലേക്ക് വേണ്ടുന്ന നെക്കിൻ്റെ ലെങ്ത്തും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ താഴത്തുനിന്ന് ഇറക്കം എത്രയാണോ മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്ന് ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 1.5 വയസ്സൊക്കെ ആയ ചെറിയ ബേബിയുടെ ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് ഷോൾഡറും ആം ഹോളും 4 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ചെസ്റ്റ് അളവ് വേണ്ട അളവ് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക. 20 ഇഞ്ചൊക്കെ ചെസ്റ്റ് അളവ് വരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചാണ് 4ആയിട്ട് മടക്കിയിടുമ്പോൾ 7 ഇഞ്ചാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ ആം ഹോള് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആം ഹോള് ഷേപ്പ് ചെയ്ത് എടുക്കുക കേട്ടോ. പിന്നെ അടിഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കണം. താഴെ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ എടുത്തതിനേക്കാളും 1/2 ഇഞ്ചൊക്കെ കുറച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഒന്ന് മൂവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് താഴെ ഭാഗത്തോട്ടുള്ള വീഡിയോ നമുക്ക് മിസ്സായിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ നെക്കിൻ്റെ പോർഷൻ ഞാൻ കാണിച്ചു തരാം. അവിടെ നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തിയ പോർഷനിൽ നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. ഒരു 2 ഇഞ്ചൊക്കെ അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. ഫ്രണ്ടിൻ്റെ നെക്ക് ലെങ്ത്ത് ഒരു 3 ഇഞ്ചൊക്കെ അടയാളപ്പെടുത്തി കൊടുത്ത് ഇതുപോലെ റൗണ്ടായിട്ട്, ശരിക്കും റൗണ്ടല്ല, ഒരു വീനെക്ക് പോലത്തെ ഒരു റൗണ്ട് വരച്ചെടുക്കുക. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ബാക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. അപ്പം നമുക്ക് ബാക്ക് ലെങ്ത്ത്, നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആ പോയിൻറ്റിന് ചുറ്റോട് ചുറ്റും നമ്മൾ റൗണ്ടായിട്ട് 1 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. നമുക്ക് ഒരു ബെൽറ്റ് പോലെ കഴുത്തിൻ്റെ ബാക്കിലേക്ക് വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് അകലത്തിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ ആ പോയിൻ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും താഴെ നമ്മൾ ആം ഹോൾ വരച്ചിട്ടില്ലേ, ആ പോർഷനിലേക്ക് വളച്ചൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ വളച്ച് വരയ്ക്കുന്ന പോർഷനാണ് നമുക്കിവിടെ മിസ്സായത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്നുകൂടി മനസ്സിലാക്കി തരാം. പിന്നെ നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്കൊരു വള്ളി വെച്ച് കൊടുക്കണം കെട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നമുക്കൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് ഇതുപോലെ ക്യാമറ മൂവ് ആയിട്ടുള്ളത് കണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബാക്ക് പീസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് പീസ് മാത്രം നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ടാൽ മതി. ഫ്രണ്ട് പീസിലാണ് നമ്മൾ നെക്കും കാര്യങ്ങളും എല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പം ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്തുന്നതിനോടൊപ്പം നമുക്ക് ബാക്കിൻ്റെ നെക്കും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ബാക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതുപോലെ 1 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഷോൾഡറിൻ്റെ അവിടെ 1 ഇഞ്ച്, ഒരു 1.5 ഇഞ്ചോളം വരുന്ന രീതിയിൽ ഷോൾഡറിൻ്റെ അവിടെ വരുമ്പോൾ എടുക്കുക. തുടങ്ങുന്ന സൈഡിൽ നമ്മൾ 1 ഇഞ്ച് എടുത്താൽ മതി. പിന്നെ നെക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ആം ഹോളിലേക്ക് നമ്മൾ ഷേപ്പ് ആദ്യം വരച്ചിട്ടുണ്ടായില്ലേ, ആ ഷേപ്പിലേക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഹാൾട്ടർ നെക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് ചെയ്ത് ഒരുമിച്ച് ഫ്രണ്ടിൻ്റെ പോർഷനിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിന് നമ്മൾ ആ നെക്കിൻ്റെ പോർഷൻ വരുന്ന ഭാഗത്ത് ബ്ലാങ്ക് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത്. അത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് മടക്കിയിട്ടെങ്കിലും പിന്നീട് ബാക്ക് പീസ് മാറ്റിയെടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ കറക്റ്റ് തന്നെ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ വരുന്ന ആ കുഴി ഉണ്ടല്ലോ, ആം ഹോളിൻ്റെ മാർക്ക് ചെയ്തേക്കണ ആ പോർഷനിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഫ്രണ്ടിലേക്ക് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ സൈഡും അടിഭാഗമൊക്കെ സെയിം തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ ആം ഹോൾ എവിടെയാണോ നിർത്തിയത് നമ്മൾ ആ പൊസിഷൻ
സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ സെൻറ്റർ പോർഷനിലേക്ക് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് കൈക്കുഴിയും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്കിത് നെക്കായിട്ട് ആ ഭാഗമൊക്കെ അടിച്ച് മറിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തില്ലേ, അതുപോലെ തന്നെ ഓരോ പീസുകൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത് വെട്ടി എടുക്കുക. അപ്പോൾ ഫ്രണ്ടിനും ബാക്കിനും ഓരോ പീസ് എക്സ്ട്രാ ലൈനിങ് എടുക്കുക. പിന്നെ ആ പീസ് വെച്ചിട്ട് നമ്മുടെ നല്ല പീസ് വർക്ക് മെറ്റീരിയലും ചെയ്തെടുക്കുക. ഇനി നമ്മൾ ലൈനിങ്ങും നല്ല പീസും വെച്ച് കൊടുത്തതിന് ശേഷം വേറൊരു ലൈനിങ് എക്സ്ട്രാ വെട്ടിയെടുക്കണം എന്ന് പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് നമ്മുടെ നെക്കിൻ്റെ പോർഷനും ആം ഹോളിൻ്റെ പോർഷനും അടിഭാഗമൊക്കെ അടിച്ച് മറിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ആദ്യം ലൈനിങ്, പിന്നെ നല്ല പീസ്, പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലെയർ ലൈനിങ് കൂടെ വെച്ചിട്ട് നെക്കിൻ്റെ പോർഷനും ആം ഹോളിൻ്റെ പോർഷനും ഫസ്റ്റ് അടിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു വള്ളി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിട്ട് കൊടുത്ത് മറിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം അടിഭാഗം മറിച്ചാൽ മതിയാകും. അപ്പോൾ ആ ചെയ്ത പോലെ തന്നെ നമുക്ക് ബാക്ക് പീസും ചെയ്തെടുക്കാം. ആദ്യം ലൈനിങ്, പിന്നെ നല്ല പീസ്, പിന്നെ ഒരു പീസോടെ ലൈനിങ്. അപ്പം നെക്കിൻ്റെ പോർഷനും താഴ്ഭാഗവും അടിച്ച് മറിച്ചെടുത്തിട്ട് പതിച്ച് വെച്ചതിന് ശേഷം നമുക്ക് പടി വെച്ച് അടിക്കാവുന്നതാണ്. അപ്പോൾ 2 പടി എടുക്കണം. ഒന്ന് ഉള്ളുപടി കൊളുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ തള്ളുപടി ഐ വെക്കുന്നതിന് വേണ്ടിയിട്ടും. അപ്പോൾ ഉള്ളുപടി ഒരു 1-1.5 ഇഞ്ചൊക്കെ വീതിയിലെടുത്താൽ മതിയാകും. മറ്റേ ഐ വെക്കാനുള്ള തള്ളുപടി നമുക്ക് ഒരു 2.25 ഇഞ്ച് 3 ഇഞ്ച് വീതിയിലെടുക്കാം. ഇത് ഇതുപോലെ അടിച്ച് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. വീതിയുള്ള പീസ് നമ്മൾ ഐ വെക്കുന്നതിന് വേണ്ടിയിട്ട് അടിച്ച് ഐയൊക്കെ വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിഡ്ത്തും കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ചെറുതോ 1.5 ഇഞ്ചും വലുത് 3 ഇഞ്ചൊക്കെ എടുത്താൽ മതി. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് നമുക്ക് ഈ ഹാൾട്ടർ നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്കിൻ്റെ പോർഷനും ആം ഹോളിൻ്റെ പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വള്ളി അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ടായി. അപ്പോൾ ആ വള്ളി നമുക്ക് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ കൈ കടത്താൻ പാടായതുകൊണ്ട് നമ്മൾ ഒരു പിന്ന് വെച്ച് കൊടുത്തിട്ട്, സാധാരണ നമ്മൾ പാവാടയ്ക്കൊക്കെ വള്ളി കയറ്റില്ലേ, അതുപോലെ വള്ളി കയറ്റി കൊടുത്ത് ഇതുപോലെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2 സൈഡിലും നമ്മളതുപോലെ എടുത്തിട്ട് ആ കയറി വരുന്ന എഡ്ജ് ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായില്ലേ, ആ എഡ്ജ് ലോക്ക് ചെയ്ത് അടിച്ചെടുക്കുക. അതിനുശേഷം വള്ളി ഉൾഭാഗത്തുനിന്ന് ഇതുപോലെ മാറ്റി വെച്ചിട്ട് നമുക്ക് അടിഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വള്ളി വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ താഴ്ഭാഗം അടിച്ചെടുക്കാൻ. അതിനുശേഷം നമുക്കിതുപോലെ ഈസി ആയിട്ട് വലിച്ചെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ പോർഷൻ ആം ഹോളിൻ്റെ പോർഷനൊക്കെ റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് നമുക്ക് അതൊന്ന് ചെറിയ ചെറിയ കട്ടൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കിതുപോലെ വള്ളി വെച്ചിട്ട് നമുക്ക് വലിച്ചെടുക്കാം. അടിഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അടിയിലേക്ക് പ്രത്യേകിച്ച് പടി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വള്ളിയൊക്കെ കെട്ടി കൊടുക്കാം. അപ്പോൾ പിന്നെ ഇതൊന്ന് പതിച്ച് നെക്കിൻ്റെ പോർഷനൊക്കെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാക്ക് പീസും അതുപോലെ ചെയ്തെടുക്കുക. അപ്പം നെക്കിൻ്റെ പോർഷൻ വരുന്ന ഭാഗം സ്ട്രെയിറ്റ് ആണ്, അവിടെ നിന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് പതിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അടിഭാഗവും നമ്മൾ പതിച്ച് അടിച്ചെടുത്തിട്ട് മറിച്ചെടുക്കണം. പിന്നെ ഹുക്ക് വയ്ക്കാനുള്ള പടികളെല്ലാം അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ വള്ളിയുടെ അറ്റത്ത് ഇതുപോലെ നെറ്റിൻ്റെ പീസും കൊണ്ട് ഇതുപോലെ ഒരു ഹാങ്ങിങ്സൊക്കെ പിടിപ്പിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഹാൾട്ടറിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ബാക്കിലേക്ക് നമ്മളൊരു ബോ കൊടുത്തിട്ടുണ്ടായി. ഫ്രണ്ടിൽ ഇതുപോലെ ഹാങ്ങിങ് ലേസ് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതും നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കൊളുത്തും അയ്യൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബോയും ഒക്കെ സ്റ്റിച്ച് ചെയ്യണ വീഡിയോസ് ഞാൻ പല വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.